Hi dear students, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്രൈറ്റീരിയ ഫോർ സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾസ് എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം ആ ചാപ്റ്ററിലെ 3 ക്രൈറ്റീരിയാസ് വരുന്നുണ്ട്. അത് ഏതാണെന്ന് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. അതിനെക്കുറിച്ചിട്ട് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. എക്സസൈസ് 6.3 പ്രോബ്ലംസ് അത് കഴിഞ്ഞ് നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം 3 ക്രൈറ്റീരിയാസ് ജസ്റ്റ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ക്രൈറ്റീരിയ മനസ്സിലായാൽ മാത്രമേ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ആ ക്രൈറ്റീരിയ നല്ലോണം മനസ്സിലാക്കണം. തിയറം 6.3 it says that if in two triangles corresponding angles are equal, then their corresponding sides are in the same ratio and hence the two triangles are similar. 6.3 തിയറം പറയുന്നതാണ് AAA ക്രൈറ്റീരിയ എന്ന് പറയും. ട്രിപ്പിൾ എ ക്രൈറ്റീരിയ. What is AAA criteria? So AAA criterion എന്താണെന്ന് അറിയാനായിട്ട് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം പെട്ടെന്ന് മനസ്സിലാവാനായിട്ട്. Suppose there are two triangles ABC and PQR. Then theorem says that in these two triangles, if you have any two angles equal, ഈ രണ്ട് ട്രയാങ്കിളിൽ ഏതെങ്കിലും രണ്ട് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിട്ട് വന്നു എന്ന് വിചാരിക്കുക. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ പി. ഇതൊരു 60 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക, ഇതും 60 ഡിഗ്രി ആണ്. ഇപ്പോൾ രണ്ടും 60 ഡിഗ്രി ആണ് അല്ലേ. ബി എന്ന് പറയുന്ന ആംഗിൾ 80 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക, ക്യൂ എന്ന് പറയുന്ന ആംഗിളും 80 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. സോ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ that also 80 ഡിഗ്രി. ഇനി തേർഡ് ആംഗിൾ നമുക്കറിയാം, രണ്ട് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ തേർഡ് ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ ഇറ്റ് വിൽ ബി 40 ഡിഗ്രി. സോ ദിസ് ഓൾസോ വിൽ ബി 40 ഡിഗ്രി. അപ്പോൾ ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നോക്കൂ കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിട്ടുള്ള എയും പിയും ബിയും ക്യൂവും സിയും ആറും എന്താണ്? ഈക്വൽ ആണ് അല്ലേ. ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു ആർ എന്ന് പറയാം. ഇതാണ് AAA ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ 3 കറസ്പോണ്ടിങ് ആംഗിൾസും ഒരു ട്രയാങ്കിളിൻ്റെ 3 കറസ്പോണ്ടിങ് ആംഗിൾസ് മറ്റൊരു ട്രയാങ്കിളിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിട്ട് ഈക്വൽ ആയിട്ട് വന്നാൽ നമുക്കതിനെ AAA ക്രൈറ്റീരിയ ഉപയോഗിച്ച് ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് പറയാം. ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറയാൻ കാരണം 3 ആംഗിളും ഈക്വൽ ആയാൽ കറസ്പോണ്ടിങ് സൈഡ്സും സെയിം റേഷ്യോയിൽ ആയിക്കൊള്ളും. അതുകൊണ്ടാണ് പറയുന്നത് ട്രയാങ്കിൾസ് വിൽ ബി സിമിലർ. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള മറ്റൊരു പ്രോപ്പർട്ടിയാണ് അതിലെ നെക്സ്റ്റ് ക്രൈറ്റീരിയ പറയുന്നത് AA ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. AA ക്രൈറ്റീരിയ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞത് 3 ആംഗിൾസ് കറസ്പോണ്ടിങ് ആംഗിൾസും ഈക്വൽ ആയാൽ ട്രയാങ്കിൾ സിമിലർ ആയി എന്നാണ് അല്ലേ. ഇനി പറയുന്നത് 3 കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആവണമെന്നില്ല. 2 കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആയാലും ട്രയാങ്കിൾസ് എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് ദർ ആർ 2 ആംഗിൾസ്, ആംഗിൾ എ ഈക്വൽ ടു 60, ആംഗിൾ പി ഓൾസോ 60 ആണെന്ന് വിചാരിക്കുക. ആംഗിൾ സി ബിയും ക്യൂവും 80 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിലെ 2 കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആണ് ഓൾറെഡി അല്ലേ. അപ്പോൾ ഇനി മൂന്നാമത്തെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. എന്താ? ബിക്കോസ് തേർഡ് ആംഗിൾ വിൽ ബി ഓൾസോ ഈക്വൽ. ഏത് പ്രോപ്പർട്ടിയാണ്? ആംഗിൾ സം പ്രോപ്പർട്ടി പറഞ്ഞു. ഈ 2 ആംഗിളിന്റെ സമ്മ് 140 ആണ്. ഇവിടെയും 2 ആംഗിളിന്റെ സം 140 ആണെങ്കിൽ റിമൈനിങ് ആംഗിൾ വിൽ ബി ഓൾസോ ഈക്വൽ. അപ്പോൾ 3 ആംഗിൾ ഈക്വൽ ആവണമെന്നില്ല. ഒരു എക്സംഷൻ കൂടിയും പറയാണ്, 2 കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആയാലും ട്രയാങ്കിൾസ് എന്താവും? സിമിലർ ആവും. ആ ക്രൈറ്റീരിയനെ നമ്മൾ പറഞ്ഞ പേരാണ് AA ക്രൈറ്റീരിയ. അപ്പോൾ പ്രോബ്ലം ചെയ്യാനായിട്ട് 2 ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് 2 കറസ്പോണ്ടിങ് ആംഗിൾസ് മാത്രം മതി. ഈക്വൽ ആണെന്ന് കിട്ടിയാൽ ഉടനെ AA ക്രൈറ്റീരിയ ഉപയോഗിച്ച് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് തിയറം പറയുന്നതാണ് തിയറം 6.4 എന്ന് പറയുന്ന തിയറം. I shall read it. If in two triangles sides of one triangle are proportional to the sides of the other triangle, then their corresponding angles are equal and hence the two triangles are similar. എന്ന് പറഞ്ഞാൽ ഈ ക്രൈറ്റീരിയനെ നമ്മൾ പറഞ്ഞ പേരാണ് SSS ക്രൈറ്റീരിയ. നെക്സ്റ്റ് ക്രൈറ്റീരിയനെ പറഞ്ഞ പേരാണ് SSS ക്രൈറ്റീരിയ. പേര് പറയുന്ന പോലെ വളരെ സിമ്പിൾ ആണ് മനസ്സിലാക്കാനായിട്ട്.
എസ് എന്ന് പറഞ്ഞ സൈഡ് ആണ് അല്ലേ, സൈഡ് സൈഡ് സൈഡ്. നമ്മൾ മുമ്പ് എടുത്ത ആംഗിൾ 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 ആണെങ്കിൽ ഇവിടെ സൈഡ് 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 എന്ന് പറഞ്ഞാൽ 3 കറസ്പോണ്ടിങ് സൈഡ്സും സെയിം റേഷ്യോ. മനസ്സിലാക്കേണ്ട കാര്യം, സൈഡ്സ് പറയുമ്പോൾ ഈക്വൽ എന്നല്ല നമ്മൾ പറയാം, സെയിം റേഷ്യോ. സൈഡ്സ് ഈക്വൽ ആവണമെന്നില്ല, സെയിം റേഷ്യോയിലായാൽ മതി. പക്ഷെ ആംഗിൾ പറയുമ്പോൾ എപ്പോഴും ഈക്വൽ എന്നാണ് പറയുക. അതാണ് സിമിലാരിറ്റിയിൽ ശ്രദ്ധിക്കേണ്ടത്. ആംഗിൾസ് ആർ ഈക്വൽ ബട്ട് സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ. Suppose there are 2 triangles ABC and also PQR. ABC PQR എന്ന് പറഞ്ഞ 2 ട്രയാങ്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക. AB let it be 2, let BC be 3 and AC be 4 cm, PQ 4, QR 6 and also PR it is 8. ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇനി സൈഡ്സ്, കറസ്പോണ്ടിങ് സൈഡ്സ് എന്ന് പറഞ്ഞാൽ AB PQ നമ്മൾ എടുത്തെന്ന് വിചാരിക്കാം. So if you try to find out AB by PQ, എന്താണ് AB എന്ന് പറഞ്ഞാൽ 2 അല്ലേ, PQ എന്ന് പറഞ്ഞാൽ എത്രയാ 4. So what it will be 2 by 4. എന്താണ് 2 by 4 എന്ന് നമുക്കറിയാം, it is equal to 1 by 2. അപ്പോൾ AB PQ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുമ്പോൾ സിംപ്ലസ്റ്റ് ഫോം ആയിരിക്കണം, it will be 1 by 2. ഇനി BC QR തമ്മിലുള്ള റേഷ്യോ എടുത്തെന്ന് വിചാരിക്കുക. BC by QR, BC എന്ന് പറഞ്ഞാൽ 3 ആണ്, QR എന്ന് പറഞ്ഞാൽ 6 ആണ്. എഗെയിൻ നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റേഷ്യോ എത്രയാണ് വരിക, 1 by 2 ആണ് അല്ലേ. 3 കൊണ്ട് ക്യാൻസൽ ചെയ്ത് കളയാം. നെക്സ്റ്റ് സൈഡ് നോക്കി, AC അടുത്തേതാ PR അല്ലേ. തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ 4 by 8. എഗെയിൻ 4 കട്ട് ചെയ്ത് കളഞ്ഞാൽ ബാക്കി എത്ര വരിക, 1 by 2. നോക്കൂ, 3 കറസ്പോണ്ടിങ് സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ ഇവിടെ സെയിം ആയിട്ടാണ് വന്നത്. എത്രയാ, 1 by 2 ആണ് അല്ലേ. അപ്പോൾ ഈ ഫോർ ദ 3 സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ, തിയറം പറയണു SSS ക്രൈറ്റീരിയ പറയണത് 3 കറസ്പോണ്ടിങ് സൈഡ്സും സെയിം റേഷ്യോ ആണെങ്കിൽ 2 ട്രയാങ്കിൾസും എന്തായിരിക്കും, സിമിലർ ആണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് പറയാം ABC സിമിലർ ടു എന്താണ്, PQR. ട്രയാങ്കിൾ എടുക്കുമ്പോൾ സെയിം ഓർഡറിൽ എടുക്കണം കേട്ടോ, കറസ്പോണ്ടിങ് സൈഡ്സ് വരുന്ന തരത്തിൽ വേണം എടുക്കാനായിട്ട്. സോ യു ക്യാൻ സേ ദാറ്റ് ABC സിമിലർ ടു PQR എന്ന് പറയും. ഇവിടെ 3 കറസ്പോണ്ടിങ് സൈഡ്സും സെയിം റേഷ്യോ അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ ആയിട്ട് വരികയാണ്. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾസ് വിൽ ബി സിമിലർ. ഇതാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അടുത്ത പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടീനെ നമ്മൾ പറയുന്ന പേരാണ് തിയറം 6.5 അല്ലേ. തിയറം 6.5 പേജ് നമ്പർ 134 അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇഫ് വൺ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു വൺ ആംഗിൾ ഓഫ് ദ other triangle and the sides including these angles are proportional, then the two triangles are similar. എന്ന് പറഞ്ഞാൽ SAS ക്രൈറ്റീരിയ, അങ്ങനെയാണ് അതിന് പറയാം, SAS ക്രൈറ്റീരിയ. എന്താണ് SAS ക്രൈറ്റീരിയ പറയണത്? പേര് പറയുന്ന പോലെ സൈഡ് ആംഗിൾ സൈഡ്. സപ്പോസ് there are 2 triangle ABC and PQR. ഇങ്ങനെ 2 ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞത് എന്താ, 1 angle of a triangle is equal to 1 angle of other triangle. Suppose angle B is 70 degree and also angle Q is also 70. എന്ന് പറഞ്ഞാൽ 2 ട്രയാങ്കിളിൽ ഒരു ആംഗിൾ ഈക്വൽ ആണ്. ഏത് ആംഗിൾ? ആദ്യത്തെ ട്രയാങ്കിളിൽ B ആണെങ്കിൽ രണ്ടാമത്തെ ട്രയാങ്കിൾ ഏതാ, Q ആണ്. സോ ആംഗിൾ B is equal to angle Q. Both are 70 degree. ഇത് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇനി ഇവിടെ 2 സൈഡ് തന്നിട്ടുണ്ട്. സപ്പോസ് ദിസ് ഈസ് 3 ആൻഡ് ദിസ് വൺ ഈസ് 6 ആൻഡ് ദിസ് ഈസ് 5 ആൻഡ് ദിസ് വൺ ഈസ് 10. ഇങ്ങനെയാണ് തന്നിട്ടുള്ളതെന്ന് വിചാരിക്കാം. ഇനി ഇതാണ് നമ്മുടെ ആംഗിൾ. ഈ ആംഗിൾ ഇൻക്ലൂഡിങ് ആംഗിൾ ആണ്, ഈ 2 സൈഡ്സിന്റെ ഇടയിൽ വരുന്ന ആംഗിൾ ആണ് അല്ലേ. അതാണ് അടുത്ത ലൈനിൽ അവർ പറയുന്നത് ആൻഡ് ദ സൈഡ്സ് ഇൻക്ലൂഡിങ് ദീസ് ആംഗിൾസ്. അതായത് ഈ ആംഗിളിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന 2 സൈഡ് എന്ന് പറഞ്ഞാൽ ഏതാ, AB BC ആണ് ഈ ആംഗിൾ ഉണ്ടാക്കണത് അല്ലേ. അതാണ് ആംഗിൾ ഇൻക്ലൂഡിങ് ദീസ് സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ, AB അതുപോലെ BC, ഈ 2 സൈഡ്സ്. അതേപോലെ ഈ ആംഗിളിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന സൈഡ് എന്ന് പറഞ്ഞാൽ ഏതാ, PQ അതുപോലെ ഏതാ, QR. അത് രണ്ടിന്റെ ഇടയിലല്ലേ ഈ ആംഗിൾ വന്നിട്ടില്ലേ. ഈ ആംഗിൾ ഉണ്ടാക്കുന്ന 2 സൈഡ്സ് ഉണ്ട്. ആ 2 സൈഡ്സ് ഇത് രണ്ടും അത് സെയിം റേഷ്യോ ആണോ എന്ന് നോക്കാം നമുക്ക്. ഇവിടെ AB ബൈ അവിടെ കറസ്പോണ്ടിങ് സൈഡ് ഏതാ, PQ അല്ലേ. എന്താ വരിക, 3/6 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാ, 1/2 ആണ് അല്ലേ. അടുത്ത സൈഡ് ഏതാ, ആംഗിൾ ഉണ്ടാക്കുന്ന അടുത്ത സൈഡ് ഏതാ, BC.
അവിടെ ആംഗിൾ ഉണ്ടാക്കുന്ന കറസ്പോണ്ടിങ് സൈഡ് ഏതാ? QR. ഡിവൈഡ് ചെയ്യുമ്പോൾ BC by QR എന്ന് പറഞ്ഞാൽ 5/10 ആണ് അല്ലേ, വിച്ച് വിൽ ബി ഈക്വൽ ടു 1/2. നോക്കൂ നിങ്ങൾ, ഇതാണ് രണ്ട് ആംഗിൾ ഇൻക്ലൂഡിങ് ദീസ് ടു സൈഡ്സ് എന്ന് പറഞ്ഞാൽ ആ ആംഗിൾ ഉണ്ടാക്കുന്ന രണ്ട് സൈഡ്സ്. അപ്പോൾ ഏത് രണ്ട് സൈഡിൻ്റെ ഇടയിലാണോ ആംഗിൾ വന്നിട്ടുള്ളത് ആ രണ്ട് സൈഡ് വേണം നമ്മൾ എടുക്കാനായിട്ട്. സോ AB BC PQ QR ഇതാണ് ആംഗിൾ ഇൻക്ലൂഡിങ് ദീസ് ടു സൈഡ്സ് എന്ന് പറഞ്ഞാൽ വരുന്നത് കേട്ടോ. കറക്ഷൻ, സൈഡ്സ് ഇൻക്ലൂഡിങ് ദീസ് ആംഗിൾസ് തിരിച്ചാണ്. സൈഡ്സ് ഇൻക്ലൂഡിങ് ദീസ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഏതാ വരാം? AB അതുപോലെ ഏതാ? BC PQ അതുപോലെ QR. അപ്പോൾ സൈഡ്സ് ഇൻക്ലൂഡിങ് ദിസ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സൈഡാണ് ഉദ്ദേശിക്കുന്നത്. ഈ ആംഗിൾ ഇൻക്ലൂഡ് ചെയ്യണ രണ്ട് സൈഡ്സ്. ഇവിടെ സൈഡ്സ് ഇൻക്ലൂഡിങ് ദിസ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ PQ അതുപോലെ QR അത് രണ്ടാണ് വരിക. ഈ രണ്ട് സൈഡ്സ് നോക്കൂ നിങ്ങൾ, സെയിം റേഷ്യോയിലാണ് അല്ലേ. അതുപോലെ ആംഗിൾ ഇൻ ബിറ്റ്വീൻ ആർ ഓൾസോ ഈക്വൽ. അപ്പോൾ സൈഡ്സ് അപ്പോൾ രണ്ട് കണ്ടീഷനാണ് പറഞ്ഞത്. ഒന്ന് ആംഗിൾസ് മസ്റ്റ് ബി ഈക്വൽ, ദെൻ സൈഡ്സ് ഇൻക്ലൂഡിങ് ദിസ് ആംഗിൾ, ഈ ആംഗിൾ ഉണ്ടാക്കുന്ന രണ്ട് സൈഡ്സ് അത് സെയിം റേഷ്യോയിലാണെങ്കിൽ നമുക്ക് ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് SAS ക്രൈറ്റീരിയ ഉപയോഗിച്ച് രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറയാം. എന്താ രണ്ട് കണ്ടീഷൻ? ഒരു ആംഗിൾ ഈക്വൽ ആയിരിക്കണം, ദെൻ സൈഡ്സ് ഇൻക്ലൂഡിങ് ദാറ്റ് ആംഗിൾ ഓൾസോ മസ്റ്റ് ബി ഈക്വൽ. ആ ആംഗിൾ ഉണ്ടാക്കുന്ന രണ്ട് സൈഡ് ഉണ്ടല്ലോ അത് രണ്ടും സെയിം റേഷ്യോ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾസ് വിൽ ബി സിമിലർ. ഇങ്ങനെ 4 ക്രൈറ്റീരിയ ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്രൈറ്റീരിയ AAA, which means that if all the 3 corresponding angles are equal then triangles are similar. Next, second one AA criteria. ഇനി പറഞ്ഞ 3A വേണമെന്നില്ല, 2A എന്ന് പറഞ്ഞാൽ രണ്ട് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയാലും ട്രയാങ്കിൾസ് എന്താവും? സിമിലർ ആവും. നെക്സ്റ്റ് പറയുന്നതാണ് SSS എന്ന് പറഞ്ഞാൽ if all the 3 corresponding sides are in the same ratio, അവിടെ ഈക്വൽ അല്ല സെയിം റേഷ്യോയിലാണെങ്കിൽ ട്രയാങ്കിൾ എന്തായിരിക്കും? സിമിലർ ആവും. ലാസ്റ്റ് പറയണ SAS ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആംഗിൾ ഈക്വൽ ആവണം, പിന്നെ സൈഡ്സ് ഇൻക്ലൂഡിങ് ദാറ്റ് ആംഗിൾ അല്ലേ, രണ്ട് സൈഡ്സ് ആ ആംഗിൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ആ രണ്ട് സൈഡ്സ് സെയിം റേഷ്യോയിലായിരിക്കണം. ആംഗിൾ ഉണ്ടാക്കുന്ന രണ്ട് സൈഡും സെയിം റേഷ്യോയിലാണെങ്കിൽ SAS ക്രൈറ്റീരിയ ഉപയോഗിച്ച് രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറയാം. ഈ 4 ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് നെക്സ്റ്റ് എക്സസൈസിൽ വരുന്നത് അല്ലേ. എക്സസൈസ് 6.3 പേജ് നമ്പർ 138 അതാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. I shall read the question. Exercise 6.3 first question. State which pair of triangles are similar. Write the similarity criterion used by you for answering the questions and also write the pairs of similar triangles in the symbolic form. എന്ന് പറഞ്ഞാൽ അതിൽ ഏതൊക്കെ ട്രയാങ്കിൾസ് ആണ്, പെയേഴ്സ് ആണ് തന്നിട്ടുള്ളത്, ഏതൊക്കെ പെയർ ഓഫ് ട്രയാങ്കിൾസ് ആണ് സിമിലർ എന്ന് പറയണം. സിമിലർ ആയിട്ടുള്ള കേസിൽ ഏതാണ് അതിൻ്റെ ഓർഡർ, പേര് പറയണം. ആ ഓർഡറിൽ പേര് പറയണം. ABC ആണോ, BAC ആണോ, PQR ആണോ, QPR ആണോ, ആ ഓർഡർ കറക്റ്റായിട്ട് പറയണം. ട്രയാങ്കിൾ സിമിലർ ആവണോ ഓർഡർ. നമുക്ക് നോക്കാം. ഫസ്റ്റ് മെയിൻ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ when you do, ഇങ്ങനെയാണ് ഫിഗർ തന്നിട്ടുള്ളത് അല്ലേ. ഒരു ട്രയാങ്കിൾ ഇവിടെ തന്നിട്ടുണ്ട് ABC. ഇത് 60 ഡിഗ്രിയാണ്, ഇത് 80 ഡിഗ്രിയാണ്, ഇത് 40 ഡിഗ്രിയാണ് അല്ലേ. രണ്ടാമത്തെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട് PQR. P എന്ന് പറഞ്ഞത് 60 ഡിഗ്രിയാണ് അല്ലേ. നെക്സ്റ്റ് 80 ഡിഗ്രിയാണ്. ലാസ്റ്റ് തന്നിട്ടുള്ള എത്ര? 40 ഡിഗ്രിയാണ് അല്ലേ. ഈ രണ്ട് ട്രയാങ്കിൾ നമുക്ക് സിമിലർ ആണോ അല്ലേ എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സിമ്പിളായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇതിലെ കറസ്പോണ്ടിങ് ആംഗിൾസ് നോക്കിയാൽ ആംഗിൾ എയും ആംഗിൾ പിയും രണ്ടും എത്രയാണ്? 60 ഡിഗ്രിയാണ് അല്ലേ. ആംഗിൾ ബിയും ആംഗിൾ ക്യൂവും നോക്കിക്കഴിഞ്ഞാൽ രണ്ടും എത്രയാണ്? 80 ഡിഗ്രിയാണ് അല്ലേ. ആംഗിൾ സിയും ആംഗിൾ ആറും നോക്കിക്കഴിഞ്ഞാൽ രണ്ടും എത്രയാണ്? 40 ഡിഗ്രിയാണ്. അപ്പം എന്താണ് നിങ്ങൾക്ക് പറയാൻ പറ്റുക? ഇതിലെ 3 പെയർ ഓഫ് ആംഗിൾസും കറസ്പോണ്ടിങ് ആംഗിൾസും എന്താ? ഈക്വൽ ആണ്. സോ if all the 3 pair of corresponding angles are equal, what can you say? Triangles are similar ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രയാങ്കിൾ എന്താ പേര് പറയാം? ABC സിമിലർ ടു ട്രയാങ്കിൾ PQR എന്ന് പറയാം. ഏത് ക്രൈറ്റീരിയ ആണ് നമ്മൾ ഉപയോഗിച്ചത്?
ട്രിപ്പിൾ എ അല്ലേ, എ ക്രൈറ്റീരിയ. ഓൾ ദ ത്രീ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ, ദെൻ ട്രയാങ്കിൾസ് ആർ സിമിലർ. ഇങ്ങനെ വളരെ ഈസി ആയിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് സിമിലർ ആണ് എ ബി സി ആൻഡ് പി ക്യു ആർ. ഏത് ക്രൈറ്റീരിയ ആണ് ഇവിടെ ഉപയോഗിച്ചത്? എ ക്രൈറ്റീരിയ ഉപയോഗിച്ച് പറയാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എ ബി സി ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ ബി സി എന്ന് പറഞ്ഞ ഒരു ട്രയാങ്കിൾ. നെക്സ്റ്റ് ട്രയാങ്കിൾ നമുക്ക് തന്നിട്ടുണ്ട് പി ക്യു ആർ. ഇതാണ് സെക്കൻഡ് ട്രയാങ്കിൾ തന്നിട്ടുള്ളത്, പി ക്യു ആർ. ഈ സൈഡ് 2 ആണ്, ഈ സൈഡ് എത്രയാണ്? 3 ആണ്. ഇതേതാ? 2.5 ആണ് അല്ലേ. നെക്സ്റ്റ് ഇത് 6 ആണ്, 4 ആണ്, ഇത് 5 ആണ്. ഇങ്ങനെ 3 കറസ്പോണ്ടിങ് സൈഡ്സ് ആണ് തന്നിട്ടുള്ളത്, 3 സൈഡ്സ് ആണ് തന്നിട്ടുള്ളത്. ഇനി നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ നിങ്ങൾ എ ബി സി പി ക്യു ആർ എന്ന ഓർഡറിലാണ് നോക്കണേന്ന് വിചാരിക്കുക. നല്ലോണം ശ്രദ്ധിക്കണം. എ ബി സി പി ക്യു ആർ ആണെങ്കിൽ നമുക്കറിയാം ഇവിടെ ആംഗിൾ ഒന്നും തന്നിട്ടില്ല. ആംഗിൾ ഒന്നും തന്നിട്ടില്ലെങ്കിൽ പിന്നെ ഉപയോഗിക്കാവുന്ന ഒരേ ഒരു ക്രൈറ്റീരിയ ഏതാ? SSS, ട്രിപ്പിൾ എസ് അല്ലേ. SSS എന്ന് പറയുന്ന ക്രൈറ്റീരിയ ഉപയോഗിച്ച് മാത്രമേ നമുക്കിത് രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നോക്കാം, ഇത് കറസ്പോണ്ടിങ് സൈഡ്സ് സെയിം റേഷ്യോയിലാണോ എന്ന് ചെക്ക് ചെയ്യാണ്. ഇവിടെ 2 ആണ്, പി ക്യു എടുക്കുകയാണെങ്കിൽ 6 ആണ്. 2/6 എന്ന് പറഞ്ഞാൽ 1/3 ആണ് അല്ലേ. നെക്സ്റ്റ് 2/5ഉം 4 ആണ്. അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അത് 1/3 അല്ല. അപ്പോൾ നിങ്ങൾ എ ബി സി എന്ന ഓർഡറിൽ അപ്പുറത്ത് പി ക്യു ആർ എന്ന ഓർഡറിലാണ് എടുക്കണമെങ്കിൽ സൈഡ്സ് സെയിം റേഷ്യോയിലല്ല വരിക, അതായിരിക്കില്ല. പക്ഷെ ഒന്നും കൂടി നല്ലോണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ട്രയാങ്കിൾ ഏത് ഓർഡറിൽ വേണമെങ്കിൽ വരാമെന്ന് അവർ പറഞ്ഞു. ട്രയാങ്കിൾ സിമിലർ ആണോ എന്ന് മാത്രമേ നമ്മൾ ചെക്ക് ചെയ്യണുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ ഏതാ? 4 അല്ലേ. 2ൻ്റെ ഡബിൾ അല്ലേ 4. ഇവിടെ 2.5 ആണെങ്കിൽ ഇവിടെ 5 അല്ലേ. 2.5ൻ്റെ ഡബിൾ അല്ലേ 5. അതുപോലെ ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 6 ആണ്. 3യുടെ ഡബിൾ അല്ലേ 6. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ സൈഡ്സിനെയൊക്കെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ആയിട്ട് വരണേ. അപ്പോൾ എ ബി സി പി ക്യു ആർ എന്ന ഓർഡറിൽ സെയിം റേഷ്യോ അല്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഓർഡർ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇത് കറസ്പോണ്ടിങ് സൈഡ്സ് സെയിം റേഷ്യോ ആയിരിക്കും. ഏത് ഓർഡറിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്? എ ബി എന്ന സൈഡ് ഫസ്റ്റ് ഇവിടെ എടുക്കുമ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ എടുക്കേണ്ടത് ഏതാ? ക്യു ആർ എന്ന് പറയുന്ന സൈഡാണ്. ബിക്കോസ് 2 × 2 4 ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2 ആണ് അല്ലേ. നെക്സ്റ്റ് നമ്മളിവിടെ ബി സി എന്ന് പറഞ്ഞ സൈഡ് എടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കുന്ന നെക്സ്റ്റ് സൈഡ് ഏതാ? ആർ പി എന്ന് പറയുന്ന സൈഡായിരിക്കണം. ബിക്കോസ് ബി സി ബൈ ആർ പി നമ്മൾ കാണുകയാണെങ്കിൽ 2.5 ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. 2.5 5ൽ കട്ട് ചെയ്ത് കളയാം. എത്ര പ്രാവശ്യം? 2 ടൈംസ് അല്ലേ. എന്താ കാരണം? 2.5ൻ്റെ ഡബിൾ ആണ് കേട്ടോ 5. അപ്പോൾ 2 ടൈംസ് കട്ട് ചെയ്യാം. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1/2. നെക്സ്റ്റ് ഇവിടെ സി എ എന്നാണ് ഞാൻ എടുക്കണമെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ് നെക്സ്റ്റ് എടുക്കേണ്ടത് പി ക്യു എന്നായിരിക്കണം. അപ്പോൾ സി എ ബൈ പി ക്യു ഈസ് ഈക്വൽ ടു, സി എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ് അല്ലേ. പി ക്യു എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ്. 3/6 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരിക? 1/2 എന്ന് വരും. നോക്കൂ, ഈ സൈഡ്സ് എല്ലാം സെയിം റേഷ്യോയിലല്ലേ വന്നേ. അപ്പോൾ ഏതാണ് കറസ്പോണ്ടിങ് സൈഡ്സ് ഇവിടെ? എ ബി ക്യു ആർ, ബി സി ആർ പി, സി എ പി ക്യു. ഈ സൈഡ്സ് എല്ലാം സെയിം റേഷ്യോയിലായതുകൊണ്ട് ഇതായിരിക്കും കറസ്പോണ്ടിങ് സൈഡ്സ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നെയിം കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളും പി ക്യു ആർ അല്ല കറസ്പോണ്ടിങ് വരിക. എ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ് ഏതാ? ക്യു ആർ അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ എടുക്കേണ്ടത് ഏതായിരിക്കണം? ക്യു ആർ. ഇനി അവിടെ ഏതാണ് ബാക്കിയുള്ളത്? പി മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഏതായിരിക്കും ട്രയാങ്കിൾ വരിക? ക്യു ആർ പി. ശരിയാണോ നോക്കൂ. ഇവിടെ എ ബി എടുക്കുമ്പോൾ ഇവിടെ ക്യു ആർ പറയണം, ബി സി എടുക്കുമ്പോൾ ആർ പി പറയണം, സി എ എടുക്കുമ്പോൾ പി ക്യു വരും. കറസ്പോണ്ടിങ് സൈഡാണെന്ന് നോക്കാം. എ ബി ക്യു ആർ ശരിയല്ലേ, ബി സി ആർ പി ശരിയല്ലേ, അതുപോലെ സി എ ആകുമ്പോൾ ഏതാ വരിക? പി ക്യു. അതും കറക്റ്റാണ് അല്ലേ. അപ്പോൾ കറസ്പോണ്ടിങ് സൈഡ് സെയിം റേഷ്യോ ആണ്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഏത് ക്രൈറ്റീരിയ ആണ്? SSS ക്രൈറ്റീരിയ ഉപയോഗിച്ച് ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, എ ബി സി പി ക്യു ആർ അല്ല ഓർഡർ. പി ക്യു ആറിന് പകരം അവിടെ ഏതാ വരിക? ക്യു ആർ പി. നെയിം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ ട്ടോ. ഫിഗർ നമുക്ക് തന്നിട്ടുള്ളത് എങ്ങനെയാണ്? തേർഡ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ LMP എന്ന് പറഞ്ഞൊരു ചെറിയ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. LM എന്ന് പറയുന്നത് 2.7 ആണ്. MP എന്ന് പറയുന്നത് 2 ആണ്. PL എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ് അല്ലേ. നെക്സ്റ്റ് ട്രയാങ്കിൾ ഏതാ? DEF ആണ് അല്ലേ. DEF അതാണ് നെക്സ്റ്റ് ട്രയാങ്കിൾ. അതിലെ DE എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ് അല്ലേ. ഫിഗർ ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്, ചെറിയൊരു വേരിയേഷൻ. ഓക്കെ, DE എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്, 4 യൂണിറ്റ്സ് ആണ്. ഇത് 5 ആണ്. ഇത് എത്രയാണ് തന്നിട്ടുള്ളത്? 6 ആണ്. നമ്മളോട് ചെക്ക് ചെയ്യാനായിട്ട് പറഞ്ഞു ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൽ ഏതെങ്കിലും ക്രൈറ്റീരിയ നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. രണ്ട് ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് ഒന്നും ഇവിടെ തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് SSS എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ മാത്രമേ പിന്നെ ബാക്കിയുള്ളൂ. അത് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഇത് തമ്മിൽ റേഷ്യോ അല്ലെങ്കിൽ റിലേഷൻ നോക്കുക. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 4 ഉണ്ട് അല്ലേ. പക്ഷെ ഇവിടെ 2.7 ആണ്, ഇവിടെ എത്രയാണ്? 5. അത് അതിൻ്റെ ഡബിൾ അല്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം സെയിം റേഷ്യോ അല്ല. 3യുടെ ഡബിൾ ആണ് 6, പക്ഷേ 2.7ൻ്റെ ഡബിൾ അല്ല എന്ത്? 5. അതിൻ്റെ അർത്ഥം നിങ്ങൾ സൈഡ്സ് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ വേണമെങ്കിൽ ഇത് രണ്ടും എടുക്കാം അല്ലേ. അപ്പോൾ MP/DE എന്ന് എടുത്തു എന്ന് വിചാരിക്കുക. അതാണല്ലോ ഇതിന് ഡബിൾ ആണല്ലോ അത്, അങ്ങനെയാണ്, അതുകൊണ്ടാണ് അത് എടുത്തത്. 2/4 = 1/2 എന്ന് കിട്ടും. പക്ഷേ നമുക്ക് നെക്സ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഏതാ? അല്ലെങ്കിൽ PM എന്നെടുത്തു എന്ന് വിചാരിച്ചു. ഏത് ഓർഡറിൽ വേണമെങ്കിലും എടുക്കാം. PM/DE ഞാനിവിടെ ഇങ്ങനെ എടുത്തു എന്ന് വിചാരിക്കുക. PM/DE എന്ന് പറഞ്ഞാൽ 2/4 അല്ലേ, 1/2. PM കഴിഞ്ഞാൽ ഇനി ML എടുക്കാം അല്ലേ. ML ഡിവൈഡഡ് ബൈ, അപ്പോൾ ഇവിടെ എടുക്കുന്നത് ഏതാ? EF എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ വരുന്നത് 2.7 ആണ്, ഇവിടെ വരുന്നത് 5 ആണ്. നോക്കൂ, ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് 1/2 എന്നുള്ള റേഷ്യോ നമുക്ക് കിട്ടുമോ? ഇല്ല. കാരണം ഏതാ? 2.7ൻ്റെ ഡബിൾ അല്ല 5. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഇതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 27/50 എന്ന് എഴുതാം. അത്ര മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ റേഷ്യോ ഈക്വൽ ആയിട്ട് വരില്ല. സോ we cannot say that these two triangles are similar. കാരണം SSS ക്രൈറ്റീരിയ ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. വേറൊരു ക്രൈറ്റീരിയ ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ആംഗിൾസ് ഒന്നും തന്നിട്ടില്ല. ബാക്കിയുള്ളതൊക്കെ ആംഗിൾ വരുന്ന ക്രൈറ്റീരിയ ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രയാങ്കിൾസ്, പെയർ ഓഫ് ട്രയാങ്കിൾസ് എന്തല്ല എന്ന് പറയാം? സിമിലർ ആവില്ല. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഈ രണ്ട് ട്രയാങ്കിളുടെ കറസ്പോണ്ടിങ് സൈഡ് സെയിം റേഷ്യോയിൽ വരില്ല. അതുകൊണ്ട് തന്നെ അത് സിമിലർ അല്ല എന്ന് പറയാം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 4, ഫോർത്ത് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് എങ്ങനെയാണ്? MNL എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ വരുന്നുണ്ട്. നെക്സ്റ്റ് വേറൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, ഒരു ബിഗർ ട്രയാങ്കിൾ ആണ്. PQR. ഇതിലെ ഈ ആംഗിൾ തന്നിട്ടുണ്ട് 70 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. ഇവിടെ ഒരു ആംഗിൾ Q ആണ് 70 ഡിഗ്രി തന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഈ സൈഡ് 2.5ഉം ഈ സൈഡ് 5 ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ 5 ആണ്, ഇവിടെ 10 ആണ്. ഫിഗർ കണ്ടാൽ തന്നെ നമുക്കറിയാം ഇവിടെ ഒരു ആംഗിളും രണ്ട് സൈഡ്സും ആണ് തന്നിട്ടുള്ളത്. ഉടനെ അപ്പോൾ ഏത് ക്രൈറ്റീരിയ ആയിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? SAS ക്രൈറ്റീരിയ ആണ് അല്ലേ. ഒരു ആംഗിളും രണ്ട് സൈഡും വരുന്ന ക്രൈറ്റീരിയ ഏതാ? SAS ക്രൈറ്റീരിയ ആണ്. SAS ക്രൈറ്റീരിയ പറയുന്നത് എന്താ? ഇഫ് വൺ ആംഗിൾ ഈസ് ഈക്വൽ, കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ശരിയാണ്. ആംഗിൾ M എന്ന് പറയുന്നതും ആംഗിൾ Q എന്ന് പറയുന്നതും രണ്ടും എത്രയാ? 70. നോക്കൂ, ഈ ആംഗിളും രണ്ടും ഈക്വൽ ആണ്. എത്രയാണ്? 70 ഡിഗ്രി. അപ്പോൾ ഒരു പെയർ ഓഫ് ആംഗിൾസ്, നമുക്ക് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് ഇനി എന്താ പറയുന്നത്? തിയറം, ആ ആംഗിളിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന രണ്ട് സൈഡ്സ് ഇൻക്ലൂഡിങ് ദാറ്റ് ആംഗിൾ, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ആ ആംഗിൾ ഉണ്ടാക്കുന്ന രണ്ട് സൈഡ്സ് ഏതാണ്? സൈഡ്സ് ഇൻക്ലൂഡിങ് ദാറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒന്ന് MNഉം ഒന്ന് ഏതാ? LM. ഈ രണ്ട് സൈഡ്സ് അല്ലേ സൈഡ്സ് ഇൻക്ലൂഡിങ് ദാറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ. ഇവിടെ ഏതാണ് സൈഡ്സ് ഇൻക്ലൂഡിങ് ദാറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ? PQ, അതുപോലെ ഏതാ? QR. ഇത് രണ്ടും സെയിം റേഷ്യോയിലായിരിക്കണം. നോക്കാം, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം.
എം എൻ എന്ന് അവിടെ ഞാൻ എടുത്തു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ എൻ എം എന്നെടുക്കാം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കാം കാരണം ഇവിടെയാണല്ലോ ആംഗിൾ. സോ എൻ എം എന്നെടുക്കുമ്പോൾ ഡിവൈഡഡ് ബൈ ഇവിടെ എടുക്കുന്നത് ഏതാ, പി ക്യു എന്ന് പറയുന്ന ഏതാ സൈഡ്. എങ്ങനെയാ സൈഡ് കിട്ടിയത്, ആംഗിൾ ഉണ്ടാക്കുന്ന രണ്ട് സൈഡ്. അപ്പോൾ ഒന്ന് എൻ എം ആണെങ്കിൽ ഇവിടെ ഏതാ പി ക്യു, ആംഗിളിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള സൈഡ്സ് കേട്ടോ, ആംഗിൾ ഉണ്ടാക്കുന്ന രണ്ട് സൈഡ്സ്, അതാണ് ആലോചിക്കുന്നത്. അപ്പോൾ ഇവിടെ എൻ എം എടുക്കുമ്പോൾ ഇവിടെ എടുക്കുന്നത് ഏതാ പി ക്യു. സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ നോക്കിയാൽ എൻ എം 2.5 ആണ്, പി ക്യു 5 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു 2.5ൻ്റെ ഡബിൾ ആണ് 5 അല്ലേ. സോ റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരിക, 1/2 ആണ് അല്ലേ കിട്ടണത്. നെക്സ്റ്റ് നമ്മൾ അടുത്തത് എടുത്തു. ഇവിടെ അടുത്തെടുക്കുന്ന സൈഡ് ഏതാ, എൽ എം എന്നെടുത്തു എന്ന് വിചാരിക്കാം. എൽ എം എന്നെടുക്കുമ്പോൾ ഇവിടെ ഞാൻ എടുക്കുന്ന സൈഡ് ഏതാ, ആർ ക്യു അല്ലേ, ആർ ക്യു. അല്ലെങ്കിൽ നമുക്കൊരു ഓർഡറിൽ എടുക്കാനായിട്ട് വേണമെങ്കിൽ എൻ എം എന്നല്ല എടുത്ത്, അപ്പോൾ നെക്സ്റ്റ് എം എൽ എന്ന് എഴുതാം കേട്ടോ, കറസ്പോണ്ടിങ് സൈഡ്സ് വരാനായിട്ട്, കണ്ടിന്യൂസ് ആയിട്ട് വരാനായിട്ട്. ഇവിടെ എം എൻ എം എടുത്തു, എം എൽ എടുത്തു അല്ലേ. അപ്പോൾ ഇവിടെ വരുന്നത് ആദ്യം പി ക്യു എടുത്തു, നെക്സ്റ്റ് ഏതാ ക്യു ആർ ആയിരിക്കും വരിക അല്ലേ. ക്യു ആർ ഈസ് ഈക്വൽ ടു എം എല്ലിൻ്റെ വാല്യൂ എത്രയാണ്, 5 ആണ് അല്ലേ. ക്യു ആറിൻ്റെ വാല്യൂ എത്രയാണ്, 10. നോക്കൂ 5/10 എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്, 1/2 തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സൈഡും സെയിം റേഷ്യോയിലാണ്. ഈ രണ്ട് സൈഡും സെയിം റേഷ്യോയിലാണെന്ന് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഏത് ക്രൈറ്റീരിയ ഉപയോഗിക്കാം, ആംഗിൾസ് ആർ ഈക്വൽ ആൻഡ് സൈഡ്സ് ഇൻക്ലൂഡിങ് ദീസ് ആംഗിൾസ് ആർ ഇൻ ദ സെയിം റേഷ്യോ, ദെൻ യു ക്യാൻ സേ ട്രയാങ്കിൾ. പേര് പറയുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. ഞാൻ എൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് എങ്ങനെ പറയാം, എൻ എം എൽ സിമിലർ ടു, അവിടെ എന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളിവിടെ എവിടുന്ന സ്റ്റാർട്ട് ചെയ്ത പി എന്നല്ലേ, അപ്പോൾ എന്താ പറയുക, പി ക്യു ആർ അല്ലേ. ട്രയാങ്കിൾ പി ക്യു ആർ, ഈ രണ്ട് ട്രയാങ്കിൾ എന്താണ്, സിമിലർ ആണ്. എന്താ സിമിലർ ആവാനായിട്ടുള്ള കാരണം, ഏത് ക്രൈറ്റീരിയ ആണ് ഉപയോഗിച്ചത്, SAS ക്രൈറ്റീരിയ ഉപയോഗിച്ച് ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറയാം. അപ്പോൾ ആംഗിൾ ഈക്വലാ, ആ ആംഗിൾ ഉണ്ടാക്കുന്ന രണ്ട് സൈഡ്സ്, കറസ്പോണ്ടിങ് സൈഡ്സ് സെയിം റേഷ്യോയിലാണ്. അപ്പോൾ SAS ക്രൈറ്റീരിയ ഉപയോഗിച്ച് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറയാം. ഇതുപോലെ തന്നെ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ് 5th 6th സബ് ക്വസ്റ്റ്യൻ. ഒരുപാട് ക്വസ്റ്റ്യനുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യണില്ല. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, ഏതെങ്കിലും ക്രൈറ്റീരിയ ഉപയോഗിച്ച് സിമിലർ ആണോ അല്ലേ എന്ന് നോക്കാം കേട്ടോ. ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്, സെക്കൻഡ് മെയിൻ ക്വസ്റ്റ്യൻ. ഇൻ ഫിഗർ 6.35, second main question I shall read. In figure 6.35, triangle ODC similar to triangle OBC, angle BOC is equal to 125 degree and angle CDO is equal to 70 degree. Find angle DOC, angle DCO and angle OAB. 3 ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഫിഗർ തന്നിട്ടുണ്ട്, നമുക്ക് ആ ഫിഗർ ഒന്ന് വരയ്ക്കാം. എന്നിട്ട് ഞാൻ അതിൽ തന്നിട്ടുള്ള ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ആദ്യം ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്, ഇങ്ങനെയാണ്. സി എന്ന് പറഞ്ഞ പോയിൻ്റാണ് ഇവിടെ, ഡി എന്ന പോയിൻ്റ് ഇവിടെയുണ്ട്, ഇവിടെ എയും ബിയും. ഈ ആംഗിൾ 125 ഡിഗ്രി എന്ന് പറയണു, ഇത് 70 ഡിഗ്രിയാണ്. ഇതാണ് O എന്ന് പറഞ്ഞ പോയിൻ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. നൗ വാട്ട് യു നീഡ് ടു ഫൈൻഡ് ഔട്ട്, എന്താണ് കണ്ടുപിടിക്കേണ്ടത്? 3 കാര്യങ്ങളുണ്ട് അല്ലേ. ഒന്ന് ആംഗിൾ DOC, ഇതാണ് 3 കണ്ടുപിടിക്കേണ്ടത്. നെക്സ്റ്റ് ആംഗിൾ DCO, നെക്സ്റ്റ് നമുക്ക് ആംഗിൾ OAB. ഇത്രയും ഈ 3 ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി അവർ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 2 കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ODC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ, നമുക്കറിയാം ഈ ഒരു ട്രയാങ്കിളാണ് ODC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ അല്ലേ. ഈ 2 ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളും അതുപോലെ തന്നെ അതിൻ്റെ താഴെ വരുന്ന ട്രയാങ്കിൾ ഉണ്ട്, എന്താണ് പേര്, OBC എന്ന് പറഞ്ഞാൽ, കറക്ഷൻ, OBA എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിൾ, ഇത് രണ്ടും എന്താണ്, സിമിലർ ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് നമുക്ക് ആദ്യം എഴുതാം. ട്രയാങ്കിൾ ODC സിമിലർ ടു ട്രയാങ്കിൾ
OBA ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് കാര്യം. ODC എന്ന് പറഞ്ഞ ട്രയാങ്കിളും OBA എന്ന് പറഞ്ഞ ട്രയാങ്കിളും സിമിലർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ള ആംഗിൾ BOC 125 ഡിഗ്രി ആണ്. ഈ ആംഗിൾ 125 ഡിഗ്രി ആണെന്നുള്ള കാര്യം തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ആംഗിൾ CDO വിച്ച് ഈസ് ദാറ്റ് ആംഗിൾ, ഈ ആംഗിൾ ആണല്ലേ എത്രയാണെന്ന് പറഞ്ഞിട്ടുള്ളത് 70 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഈ 3 ആംഗിളും നമുക്ക് കണ്ടുപിടിക്കണം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നോക്കണ്ട. അപ്പോൾ ആദ്യം നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത് ആംഗിൾ DOC എന്ന് പറഞ്ഞ ഈ ഒരു ആംഗിൾ ആദ്യം കണ്ടുപിടിക്കാം. കാരണം നമുക്കറിയാം ഇതൊരു ലൈനാണല്ലേ. ഈ ലൈനിൻ്റെ മേലെയുള്ള 2 ആംഗിൾസിന് നമ്മൾ പറയുന്ന പേരാണ് എന്താ? ലീനിയർ പെയർ എന്ന് പറയും. അത് എപ്പോഴും എന്തായിരിക്കും വരിക? 180 ഡിഗ്രി അല്ലേ വരിക. അങ്ങനെയാണെങ്കിൽ ഞാൻ ആംഗിൾ DOC എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരിക? ഈ 2 ആംഗിളിൻ്റെ സമ്മ് 180 ആണ്, ബിക്കോസ് ദേ ആർ ലീനിയർ പെയർ. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 125 മൈനസ് ചെയ്താൽ പോരെ? 180 മൈനസ് 125. അതിൻ്റെ റീസൺ എന്താ? ദേ ആർ ലീനിയർ പെയർ. സോ ഇഫ് 2 ആംഗിൾസ് ആർ ലീനിയർ പെയർസ് their sum will be 180 ഡിഗ്രി. ഒന്നുകൂടി ഞാൻ പറയാം, ഈ 2 ആംഗിളും ഈ ഒരു ലൈനിൽ ഫോം ചെയ്യണതാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു ലൈനിൻ്റെ മേലെയുള്ള ആംഗിളുകളുടെ സമ്മ് 180 ആവും. അപ്പോൾ ലീനിയർ പെയർ എന്ന് പറയും. അപ്പോൾ ഇത് 125 ആണെങ്കിൽ ഇത് വരിക 180 മൈനസ് 125. 180 125 മൈനസ് ചെയ്താൽ നമുക്കറിയാം എത്രയായിരിക്കും വരിക? 55 ഡിഗ്രി അല്ലേ. അപ്പോൾ ആംഗിൾ DOCയുടെ വാല്യൂ എത്രയായിരിക്കും വരിക? 55 ഡിഗ്രി എന്ന് കിട്ടും. നമുക്ക് ഈസി ആയിട്ട് ഈ 55 ഡിഗ്രി കണ്ടുപിടിക്കാം. എന്താ പറഞ്ഞാൽ ഈ രണ്ടും ലീനിയർ പെയേഴ്സ് ആണ് അല്ലേ. ലീനിയർ പെയർ ആണെങ്കിൽ അതിൻ്റെ സമ്മ് എത്രയായിരിക്കും വരിക? 180 ആവും. അപ്പോൾ ഈ ആംഗിൾ 125 ആണെങ്കിൽ ഈ ആംഗിൾ കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? 180 125 മൈനസ് ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ DCO. ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. DCO കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോൾ നമുക്ക് ഈ ആംഗിൾ അറിയാം ഓൾറെഡി. എത്രയാണ്? 55 ഡിഗ്രി അല്ലേ. അങ്ങനെയാണെങ്കിൽ ആംഗിൾ DCO ഈസ് ഈക്വൽ ടു എന്ത് പറയാം നമുക്ക്? DCO എന്ന് പറഞ്ഞാൽ 180 മൈനസ് 70 പ്ലസ് 55 ആയിരിക്കും. എന്താ കാരണം? ഈ ട്രയാങ്കിളിൽ ആംഗിൾ സം പ്രോപ്പർട്ടി ഉപയോഗിച്ചാൽ നമുക്ക് സം ഓഫ് ഓൾ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എത്രയാണ്? 180 ആണ് അല്ലേ. അപ്പോൾ ഇതിലെ 2 ആംഗിൾ അറിഞ്ഞാൽ മൂന്നാമത്തെ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം. എന്ത് പ്രോപ്പർട്ടി ഉപയോഗിച്ചാൽ മതി? ആംഗിൾ സം പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഈസി ആയിട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇത് 180 മൈനസ് ഈ 2 ആംഗിൾ 70 പ്ലസ് 55 ആണ് അല്ലേ. ആംഗിൾ സം പ്രോപ്പർട്ടിയാണ് ഉപയോഗിച്ചത് കേട്ടോ ഇവിടെ. ആംഗിൾ സം പ്രോപ്പർട്ടി. അങ്ങനെയാണെങ്കിൽ 70 പ്ലസ് 55 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക? 125 ഡിഗ്രി. 180 125 മൈനസ് ചെയ്താൽ എത്ര തന്നെയാണ് കിട്ടുക? 55 ഡിഗ്രി. ആംഗിൾ DCO എത്ര കിട്ടി? 55 ഡിഗ്രി എന്ന് കിട്ടി. അങ്ങനെ നമുക്ക് ആംഗിൾ DCO കണ്ടുപിടിക്കുക ഈസി ആയിട്ട്. ഇപ്പോൾ 2 വാല്യൂസ് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു അല്ലേ. നെക്സ്റ്റ് ഇനി ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? OAB. നമുക്ക് ഇവിടെ ചെയ്യാം. OAB എന്ന് പറഞ്ഞ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ആംഗിളാണ്. OAB എന്ന് പറഞ്ഞാൽ ഏതാ? ആംഗിൾ A ആണ് അല്ലേ. നോക്കൂ, 2 ട്രയാങ്കിൾ സിമിലർ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ഏതാ? ട്രയാങ്കിൾ ODC സിമിലർ ടു ട്രയാങ്കിൾ OBA എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഈ 2 ട്രയാങ്കിൾ സിമിലർ ആണെന്ന് തന്നിട്ടുണ്ട് നമുക്ക്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് എല്ലാം ഈക്വൽ ആണെന്ന് അറിയാം. അപ്പോൾ നോക്കൂ, ആംഗിൾ ODC OBA ട്രയാങ്കിൾ ODC OBA എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ആംഗിൾ ഏതാണെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഇവിടെ O സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവിടെയും O അല്ലേ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ 2 ആംഗിളും എന്തായിരിക്കും? കറസ്പോണ്ടിങ് ആംഗിളാണ്. നെക്സ്റ്റ് ഏതാ? O കഴിഞ്ഞ് D ആണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഏതാ പറഞ്ഞത്? B ആണ് അല്ലേ. അപ്പോൾ Dയും Bയും ആണ് എന്ത് വരിക? കറസ്പോണ്ടിങ് ആംഗിൾ വരിക. നെക്സ്റ്റ് കറസ്പോണ്ടിങ് ആംഗിൾ ഏതാ? ആംഗിൾ Cയും പിന്നെ ഏതാ? ആംഗിൾ Aയും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അതിലെ ആംഗിൾ C ഓൾറെഡി നമുക്കറിയാം എത്രയാണ്? 55 ഡിഗ്രി അല്ലേ. അപ്പോൾ ഈ 2 ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ നമുക്ക് പറയാം ആംഗിൾ C വിൽ ബി ഈക്വൽ ടു ആംഗിൾ A എന്ന് പറയാം. ഏത് പ്രോപ്പർട്ടി ഉപയോഗിച്ച്? കറസ്പോണ്ടിങ് ആംഗിൾസ് ഓഫ് സിമിലർ ട്രയാങ്കിൾ. corresponding angles of similar triangles will be equal. നമുക്കറിയാം
കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പോൾ ആംഗിൾ സിയും ആംഗിൾ എയും എന്തായിരിക്കും ഈക്വൽ ആവും. ഇനി ആംഗിൾ സി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം എത്രയാ 55 ആണ് അല്ലേ. അപ്പോൾ ആംഗിൾ എ എന്ന് പറയുന്നതും എത്രയായിരിക്കും വരിക 55 ഡിഗ്രി തന്നെയായിരിക്കും വരിക. എന്ന് പറഞ്ഞാൽ എയും 55 ആണ് വരിക. അതുപോലെ തന്നെ എ എന്ന് പറയുന്നത് ആംഗിൾ ഏതാ, ആംഗിൾ ഒ എ ബി കേട്ടോ, രണ്ടും ഒന്നാണ്. ഒ എ ബി എന്ന് പറഞ്ഞ ആംഗിൾ എത്രയായിരിക്കും വരിക 55 ഡിഗ്രിയാണ്. ചുരുക്കത്തിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫസ്റ്റ് ടേം ഡി ഒ സി 55 ആണ്, ഡി സി ഒ 55 തന്നെയാണ്, ഒ എ ബി എത്ര തന്നെയാണ് വരിക 55 ഡിഗ്രി തന്നെയാണ് വരിക. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അത് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് എക്സസൈസിൽ കൂടുതലായിട്ട് വരുന്നത്. 4 ക്രൈറ്റീരിയ ഉണ്ട്. ഏതാ നമ്മൾ പഠിച്ചത്, AAA, AA, SSS, SAS. ഈ 4 ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളത്. ക്രൈറ്റീരിയ മനസ്സിലാക്കിയാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ചെയ്ത പ്രോബ്ലംസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.